തുടങ്ങട്ടെ. അതിലൊരു ഭീഷണി ഉണ്ടല്ലോ. അങ്ങനെയാണോ മൊത്തത്തിലൊരു ഇമേജ്? അതെനിക്ക് കുറച്ച് ഉണ്ട്. മണ്ടത്തരുന്നല്ലോ, ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ അങ്ങനെയാണ് എന്റെ തഗ്രാണിയാണ്. ചിലപ്പോ അത് പല ഏജ് കാറ്റഗറിക്ക് പല നമ്മക്ക് തഗ്ഗായിട്ട് തോന്നുന്നത് ബാക്കിയുള്ളവർക്ക് മണ്ടത്തരായിട്ട് തോന്നാനായിരിക്കും പറയാനില്ല. കപ്പ പുഴുങ്ങിയൊരു കഥയുണ്ട്. പിന്നെ ആ കപ്പ കഴിക്കാനും പറ്റില്ല, ആ കഷ്ണം. അത് ചോറ്, പയർ മെഴുക്ക് വരട്ടി, ചമ്മന്തി, മുട്ട പൊരിച്ചത്, അച്ചാറ്, മീൻ വറുത്തത്. ഓർമ്മകായും ഞാനിപ്പോ ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാ. തേങ്ങാരച്ചറിയുണ്ട് ചെമ്മീൻ ഇട്ടിട്ട്, അതും ചോറും. പിന്നെ വൈഫിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ഉണ്ട്, തമിഴാണ് അവര്. രണ്ടും. എന്റെ വീട്ടിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അവിടെ പോയിട്ട് മട്ടൺ അങ്ങനെ വാങ്ങുന്ന ഒരു കഥയാണ്. അവിടെ മട്ടൻ വരട്ടിയത്, ചിക്കൻ വരട്ടിയത്, ബീഫ് വരട്ടിയത്. ബ്രേക്ക്ഫാസ്റ്റ് ദോശയും മീൻകറി ഉണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇട്ടിട്ട് ചോറും കൂടി ഇട്ടിട്ട് അല്ല കുറച്ച് ഇതൊരു ഡിഷ്. വെജില് വേറെ ഉണ്ട്, അല്ലാതെ മീറ്റ് ആണെങ്കിൽ എനിക്ക് പോർക്ക് നൈസായിട്ട് വെജ് കൊണ്ടുവന്നിട്ടുണ്ടാവൻ. ദുബായിൽ ഒട്ടകം, മാനും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. മാനുണ്ട്, കഴിച്ചിട്ടുള്ളവർ പറഞ്ഞു കേട്ടാ. 10 ദിവസം പച്ചക്കറി മാത്രം കഴിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. പച്ചക്കറിയുടെ കൂടെ എന്തെങ്കിലും കഴിച്ചോ, മുട്ടെങ്കിലും കിട്ടിയാ ഓക്കെ. അങ്ങനെയാണ്. ഗണപതി കഴിച്ചിട്ടുണ്ടെന്ന്. ഗണപതി കച്ചട്ടല്ലേ. മിസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ സാധനം എന്താ? കപ്പലിന് വിട്ടായി നോമ്പിന്റെ സമയത്ത് കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ചിക്കൻ കറി എന്നിട്ട് കൊതിയാവുന്നുണ്ട്. കഷ്ടം വേണ്ട. എനിക്ക് ചോറും മോരേറെ ബീട്രൂട്ട് തോരൻ, മീൻ വറുത്തത്. സെറ്റാണ് കഴിച്ചാൽ നമുക്ക് പോയിട്ട് ഊണ് കഴിഞ്ഞ പാടായത് കാരണം കൊണ്ട് കുഴപ്പമില്ല. അതിന് ഊണിന് മുമ്പ് അങ്ങനെ ഇതൊന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും വിവാദപരമായിട്ടുള്ള അതിന് ചേട്ടാ എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചോദ്യം ഒന്നും ചോദിക്കാനില്ല. ഇന്നത്തെ ടോപ്പിക് ഫുഡാണ്. തുടങ്ങിക്കോ. എന്താണ് ഇഷ്ടമുള്ള ഫുഡ്? പൊതുവെ ഫുഡാണ് ഇഷ്ടം. ഫുഡ് എല്ലാം ഇഷ്ടമാണ്. പണ്ടായിരുന്നെങ്കിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. വെജിറ്റേറിയൻ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ വെജിറ്റേറിയനും ഇഷ്ടമായി തുടങ്ങി. എന്താ കാരണം എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ഈ ടേസ്റ്റ് ബഡ്സിന്റെ സ്വഭാവം മാറുന്നുണ്ടാവും. പ്രായമാകുന്നതിന്റെ ഒരു ലക്ഷണം. പ്രായമാവുന്നതിന്റെ ലക്ഷണം അതല്ല. എനിക്കൊന്നും കുറച്ചും കൂടെ നമുക്ക് തിരിച്ചറിവുകളൊക്കെ ഉണ്ടായിട്ട് അതായിരിക്കും ബുദ്ധി ഉറക്കുന്നതിന്റെ ലക്ഷണമായിരിക്കും. ഇത് സംഭവിച്ചിട്ടുള്ളൂ ഇതുവരെ? അല്ല, ഞാനപ്പോ ഒരു ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇൻസിഡന്റ് പറയാം. ഞാൻ സിനിമയിൽ വരാൻ കാരണം പ്രൊഡക്ഷൻ ഫുഡാണ്. അപ്പോൾ കാരണം ചിദംബരം ആയിരുന്നു എൻ്റെ മുമ്പ് അഭിനയിച്ചുകൊണ്ടിരുന്ന ആക്ടർ. ആലിപ്പഴം എന്ന് പറഞ്ഞ മെഗാ സീരിയൽ വില്ലനായിരുന്നു. ഇവൻ ഡെയിലി ഫുഡ് കൊണ്ടുവരും. മറ്റേ അവിടുത്തെ രാത്രിത്തെ ടിഫിൻ വീട്ടിലേക്ക് വന്നിട്ട് ചപ്പാത്തി ചിക്കൻ കറിയാണ്. ഇത് ഷെയർ ചെയ്യില്ല ഇടയ്ക്ക്. അപ്പോൾ അതിനോടുള്ളൊരു ക്രേസിൽ ഈ പ്രൊഡക്ഷൻ ഫുഡ് എനിക്കും വരണം എന്നുള്ള രീതിയിലായിരുന്നു സിനിമയിൽ അഭിനയിക്കാനുള്ള ത്വര. അങ്ങനെ പ്രൊഡക്ഷൻ ഫുഡായിരുന്നു. പ്രൊഡക്ഷൻ ഫുഡ് അടിപൊളിയല്ലേ? ചെറിയ പരിപാടിയല്ല, വലിയ പരിപാടിയാണ്. അതായത് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇത് മുഴുവൻ കഴിക്കും. ഞാൻ അഭിനയിക്കണം വാശി അവിടെ വേറെ ഇന്റർവ്യൂ ആണ്. നീ പ്രൊഡക്ഷൻ ഫുഡ് കിട്ടാൻ വേണ്ടി ഞാൻ അഭിനയിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൽ കൊണ്ടുപോയി അഭിനയിച്ചു. അപ്പൊ ഇല്ലാന്ന് വിചാരിച്ചു. അങ്ങനെ ഷോർട്ട് ഫിലിം പ്രൊഡക്ഷൻ ഫുഡ് ഉണ്ടായിരുന്നു. ഷോർട്ട് ഫിലിം ഉണ്ട്. ഫുഡ് ഇല്ലാതെ ചപ്പാത്തി ചിക്കൻ കറി ബേസിക് ആയിട്ട് എല്ലായിടത്തും കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അത് പ്രൊമോഷൻ അല്ല, അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണല്ലോ. നമുക്ക് ടിഫിനൊക്കെ രാത്രി വീട്ടിൽ കൊണ്ടുവരിക. അപ്പൊ അവൻ നടനാകുമ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ഒരു വീട്ടിൽ പൈസയും കൊണ്ടുവരുന്നുണ്ട് ഇത്ര ചെറുപ്പത്തില്. അപ്പൊ അതിന്റെ ഒരു കെയറും ഒരു റെസ്പെക്റ്റും അവനുണ്ട്, അറ്റൻഷനും അവനുണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങോട്ടേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിച്ചു. അങ്ങനെ പ്രൊഡക്ഷൻ ഫുഡ് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഇപ്പോഴും പ്രൊഡക്ഷൻ ഫുഡിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് അത് കിട്ടുന്നു. പിന്നെ അത് കിട്ടുമ്പോൾ മുഴുവൻ കഴിക്കുന്നു. നമുക്ക് പിന്നെ ശരീരം നോക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ള കാരണം കൊണ്ട് വൈകുന്നേരം കഞ്ഞിയും കഴിക്കാൻ ഭയങ്കര സുഖമൊക്കെയാണ്. പക്ഷെ കഞ്ഞി ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. രാത്രി ഷൂട്ടൊക്കെ കഴിഞ്ഞ് പണ്ട് ഉണക്കമീൻ ഇപ്പൊ അധികം കൊടുക്കുന്നില്ല. സംസാരിക്കാം. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അത് എല്ലാ സ്ഥലത്തും ഇപ്പൊ മറ്റേ അതിന് പകരം മറ്റേ കൊണ്ടാട്ട മുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെതിരെ എനിക്ക് ഉണക്കമീനും കൊണ്ടാട്ടം മുളകും ഏതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും അങ്ങനെയൊക്കെ കഴിക്കാൻ പോയി ഞാൻ സ്ഥലമായി കൈ കയറി പിടിക്കും. സോളത്തിന്റെ കണ്ടന്റ് കൂടുതലാണ്. അത് വാട്ടർ ടെൻഷൻ ഉണ്ടാക്കും എന്നൊക്കെ പറയും.
അത് ഭയങ്കര രസമുള്ളൊരു ചമ്മന്തി, പയറ്, ഉണക്കമീൻ, കഞ്ഞി, കുറച്ച് ചിക്കൻ. എപ്പോഴും ഉണ്ട്. അല്ല, ചില സ്ഥലത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി. ഒരു പരാതി ഉന്നയിക്കാം. ഓക്കെ. അച്ചു, ഇപ്പൊ കുറെ നാള് നമ്മള് ഷൂട്ടിനൊക്കെ പോയിട്ട് തിരിച്ച് വീടെത്തുമ്പോ എന്ത് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം? എനിക്ക് എന്റെ വീട്ടില് ചിക്കൻ കറി, ഓർക്കും കായും. ഞാനിപ്പോ ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാ നല്ല ചിക്കൻ കറി ആണെങ്കിലും പുറം കാര്യം. വീട്ടിലെ ഫുഡിന് സ്പെഷ്യൽ ആണല്ലോ. നമ്മൾ വേറെ എവിടെ പോയി എന്ത് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാലും അത് ചോറൊന്നും എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്ന് ഡയറ്റിങ് തുടങ്ങിയോ അന്ന് ചോറ് കാണുമ്പോൾ കൊതിയാവുന്നു എന്നുള്ള പരിപാടി തുടങ്ങി. ചോറും ചിക്കൻ കറിയും പിന്നെ വേറെ അതിനും വേറെ ഡെക്കറേഷൻസ് ഒന്നും വേണം. പപ്പടം ഉണ്ടെങ്കിൽ, പപ്പടം ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, മാത്രം ഉണ്ടെങ്കിൽ വളരെ ഓക്കെയാണ്. വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ മിസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ സാധനം എന്താ? കപ്പലിൽ വിട്ടെ അല്ലാതെ അത് വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കപ്പലിൽ വിട്ടെ ഇവിടെ നിന്ന് ശീലിച്ചിട്ട് പാട്ടായിരുന്നു കപ്പലണ്ടി പൊതുവെ അതല്ലാതെ പ്രൊഡക്ഷൻ ഫുഡ് അല്ലാതെ എനിക്ക് വെജില് വേറെ ഉണ്ട്. അല്ലാതെ മീറ്റ് ആണെങ്കിൽ എനിക്ക് പോർക്ക് നൈസായിട്ട് വെജ് കൊണ്ടുവന്നിട്ടുണ്ടാവൻ. അല്ല, പോർക്ക് ഇഷ്ടമാണ്. പോർക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പോർക്ക് കഴിക്കും, ബീഫ് കഴിക്കും, പിന്നെ മട്ടൻ പക്ഷേ എനിക്ക് കപ്പ പുഴുങ്ങിയൊരു കഥയുണ്ട്. ചീന്തി വിരന്റെ അറ്റം ചീന്തി പിന്നെ കപ്പ കഴിക്കാനും പറ്റില്ല. ലാസ്റ്റ് പീസായിട്ട് പോയി കഴിച്ചു. അപ്പൊ അവിടെ എത്തിയപ്പോ ഹോസ്പിറ്റലിലെ ആൾക്കാർ പറഞ്ഞു ഇത് മറ്റേ എന്താ പറയണ്ട എന്തൊരു സാധനം ചെയ്യുമല്ലോ അവര്, സ്റ്റിച്ചിങ് ഗ്രാഫ്റ്റ് ചെയ്യണം. അപ്പം ഗ്രാഫ്റ്റ് ആണെങ്കിൽ തൊടേന്ന് എടുക്കണം എന്ന് പറഞ്ഞു. എന്റെ തൊടേന്ന് എടുക്കണം, ചേട്ടനെടുത്ത് ഞങ്ങൾ അപ്പൊ പക്ഷെ പിന്നെ അത് ചെയ്തില്ല. പക്ഷെ ഗ്രാജുവലി ശരിയായി. അങ്ങനെ പിന്നെ ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. കുക്കർ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യുന്ന സമയത്ത് ആ വഴിക്ക് റെഡി ആയെന്ന് പോകുമ്പോൾ മാത്രം പോയാൽ പാടുള്ളൂ. ഇപ്പൊ കുക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് കുക്ക് ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട്. ലോക്ക്ഡൌണിന്റെ സമയത്ത് നമുക്ക് സമയമെടുത്ത് പരീക്ഷണങ്ങള്. സ്ലോ കുക്കർ ഉണ്ടായിരുന്നില്ലേ? എൻ്റെ ഒരു സ്ലോ കുക്കർ ഉണ്ട്. ആ സ്ലോ കുക്കറിനകത്ത് അത് വെച്ചാൽ വേറെ നമ്മൾ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ടല്ലോ. അതിനകത്ത് ഇങ്ങനെ ലെയറായിട്ട് സാധനങ്ങൾ ഇട്ടിട്ട് വെറുതെ അടച്ചു വെച്ചാൽ മതി. അത് പല മീറ്റിനും പല കുക്കിംഗ് ടൈം ആണല്ലോ. അപ്പോൾ ചിക്കനൊക്കെ എനിക്ക് തോന്നുന്നു 2 hours 4 hours എന്നൊക്കെ പറഞ്ഞിട്ട് സ്ലോ കുക്ക് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ 6 hours 8 hours ഒക്കെ വേണമെങ്കിൽ പോർക്കും ബീഫൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ വെച്ചാൽ അതിൻ്റെ നെയ്യ് തന്നെ ആദ്യം ഉരുകും. എന്നിട്ട് ആ നെയ്യിൽ കിടന്നിട്ട് നിങ്ങൾ എന്നിട്ട് അതിനകത്തേക്കൊരു നല്ല നെയ്യൊക്കെ ഉള്ളതിനകത്തേക്ക് 4 പൊറോട്ടയും കയറിയിട്ടാ പോർക്ക് ഏതാ പൊറോട്ട ഏതാ അത് ഞാൻ ഇടയ്ക്ക് ലൊക്കേഷൻ ഉണ്ട്. അത് വേറെ ഒന്നും വേണ്ട, നമ്മൾ കാരവലിൽ കുത്തിയിടും. അത് കഴിഞ്ഞ ഇടയ്ക്ക് തുറന്നു നോക്കരുത്. അത് ഇത്രയും സമയം അത് ആ ഇതിൽ തന്നെ കിടന്നിങ്ങനെ റെഡിയാവണം. അടിപൊളിയാണ്. അതല്ലാണ്ടും ഈ ചിക്കൻ സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കും. കറിയിൽ പീനട്ട് ബട്ടർ ആഡ് ചെയ്യും. ഇങ്ങനത്തെ പരീക്ഷണങ്ങളില്ലേ? ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ എവിടെയെങ്കിലും റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മറ്റേ ലോക്ക്ഡൌണിന്റെ സമയത്ത് വീട്ടിലടിച്ച് എന്തോ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് അറിയില്ല. എന്താന്ന് ഞാൻ പറയില്ല. ഈ ചോക്ലേറ്റ് പൗഡർ ഇട്ടാൽ ഞാൻ കളർ ഭയങ്കരമായിട്ട് മാറും. നമുക്കൊരു ഭയങ്കര ചെറിയ ഡാർക്ക് ബ്രൗൺ കളറിൽ കറി കിട്ടും. ചെറിയ കൊക്കോ ഫ്ലേവർ ഉണ്ടാവും. അതിനിടാത്തടത്തോളം നമുക്ക് അങ്ങനത്തെ ഒരു മറ്റേ ജിലേബി മീൻചാർ എന്ന് പറഞ്ഞ പോലത്തെ അത്രയും വിയേർഡ് കോമ്പിനേഷൻ ആയിരിക്കില്ല. പക്ഷെ അങ്ങനത്തെ പരിപാടികളും പരീക്ഷണങ്ങളും പിടിക്കാറുണ്ട്. കുക്ക് ചെയ്യാറുണ്ടോ? ഞാൻ തന്നെ എനിക്ക് തിന്നണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കി തരും. പുറത്ത് കഴിക്കാറില്ല. കുറവാ. ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോ ഇപ്പൊ അധികം ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും. തളിപ്പറമ്പാണോ പയ്യന്നൂരാണോ നല്ല? തളിപ്പറമ്പ്. അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? എടാ അതെന്താന്നറിയോ, ഞാൻ തളിപ്പറമ്പിലാണല്ലോ. അതുകൊണ്ട് നല്ലൊരു ഹോട്ടലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ ഇരിങ്ങാലക്കുട സൂപ്പറാണോ? ഇരിങ്ങാലക്കുട സൂപ്പറാണോ? ഇവര് തൊട്ടപ്പുറത്തുള്ള ആൾക്കാരാണ്. എറണാകുളമാണോ തൃശ്ശൂരാണോ? രണ്ടും നല്ലല്ലേ? തൃശ്ശൂർ എറണാകുളം മധ്യ കേരളമാണോ? ഇവര് മലബാർ യുണൈറ്റഡ് ആണ്. നീ കണ്ണൂര് വരുമ്പോ നിനക്ക് ഫുഡ് കിട്ടാറുണ്ടോ? കേരളത്തിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓരോ സ്ഥലത്തും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ
ഇപ്പോൾ മലബാർ ഏരിയയിൽ നമുക്ക് അറിയാം, പിന്നെ ബിരിയാണി മുതൽ കടി മുതൽ. പയ്യന്നൂര് പോയിട്ട് ഇതിലായിട്ട് നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടില്ല. പയ്യന്നൂർ ഹോട്ടൽസ് അല്ല ഞാൻ പറയുന്നത്, അതാണ് കല്യാണം. കാരണം നമുക്കിടാ നമുക്ക് കഴിക്കേണ്ട ഒരു ഇത് വരുന്നില്ല, മനസ്സിലായോ? നമുക്ക് തളിപ്പറമ്പാകെ ഒരു ബിരിയാണി. പിന്നെ നീ നേരത്തെ ചോദിച്ച തളിപ്പറമ്പിലാണോ പയ്യന്നൂരാണോ നല്ല ഭക്ഷണം? തളിപ്പറമ്പില് തളിപ്പറമ്പും പയ്യന്നൂരും ഒഴിച്ച് കേരളത്തിൽ ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം അല്ല, കഴിച്ചതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അങ്ങനെ ഒരു ജില്ല എടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ നോക്കണം. അല്ല, എല്ലാ ജില്ലയുടെ വേണമെന്നില്ല. എനിക്ക് ഞാൻ പറയാം, ട്രിവാൻഡ്രത്തെ മട്ടനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പൊ കേരളത്തിൽ കഴിച്ചിട്ട് ട്രിവാൻഡ്രത്തിൽ ഞാൻ മട്ടൺ എല്ലായിടത്തും പോയി ട്രൈ ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് കാരണം ഒരു റെഡ് ഗ്രേവി ആയിട്ട് ഒരു സവാളൊക്കെ ഇട്ടിട്ട് സുരാജേട്ടൻ എങ്ങനെയാണോ അത് മേടിച്ചത്? അല്ല, ലൂസിഫറിന്റെ ഷൂട്ടിന്റെ സമയത്ത് സുരാജേട്ടൻ, ഞാൻ അങ്ങനെ ഭയങ്കര മുഷ്ക് മണമുള്ള മട്ടൺ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനങ്ങനെ മട്ടന്റെ ഭയങ്കര ഫാനും അല്ലായിരുന്നു. സുരാജേട്ടൻ ഒരു ദിവസം ഞാൻ അവിടെ ലൂസിഫറിന്റെ ഷൂട്ടിന്റെ സമയത്ത് പുള്ളി എവിടെ ഉണ്ട്, നീ ഹോട്ടലുണ്ടോ? ഞാൻ ഉണ്ട്. പുള്ളി അവിടെ ഷൂട്ടിലില്ല കേട്ടോ, പുള്ളി വേറെ എവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരാൾ നിങ്ങൾക്ക് പൊറോട്ടയും മട്ടനും കൊണ്ട് തരും. അപ്പം ഞാൻ പറഞ്ഞു, മട്ടൻ അല്ലാതെ നീ ഇത് കഴിച്ചു നോക്കുക, അടിപൊളിയാണെന്ന് പറഞ്ഞു. സാധനം കൊണ്ടുവന്ന് നമ്മൾ മട്ടനിൽ നിന്നും വിരലിൽ നിന്നും എന്നുള്ള അവസ്ഥയിൽ ഭയങ്കര ടേസ്റ്റുള്ള, അതിന്റെ നെയ്യും അതിന്റെ മസാലയും. ആ ടൈപ്പ് പ്രിപ്പറേഷൻ വേറെ ജില്ലകളിലൊന്നുമില്ല. ഈ പെരട്ട് പോലത്തെ അല്ലല്ല, ഈ ഗ്രേവി ഉണ്ട്, ഞല്ലി പരിപാടി. അതെനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട് കുറച്ചുകൂടെ ഫ്ലേവർ കൂടുതലായതുകൊണ്ടാണോ? അല്ല, അത് എനിക്കൊന്ന് ട്രിവാൻഡ്രത്തിന് യൂണിക്സ് ആണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ പോയാലും അങ്ങനത്തെ മട്ടൺ ഇല്ല ആക്ച്വലി. അത് എനിക്കൊന്ന് കേരളത്തിൽ കഴിച്ചാൽ ഇവർക്ക് മാത്രം ഒരു ബുഹാരി അങ്ങനത്തെ കുറെ ഹോട്ടൽ, ട്രിവാൻഡ്രത്ത് കിട്ടുന്ന മിക്ക ഹോട്ടലിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, കൈൻഡ് ഓഫ് ലൈക്ക് റെഡ് ഗ്രേവിയാണ്. ഇവിടെ എത്തുമ്പോൾ ചിലത് മറ്റേ ഒരു ബ്രൗണിഷ് കളർ അല്ലെങ്കിൽ ഗ്രീനിഷ് കളർ അങ്ങനത്തെ ഉള്ള മട്ടണാണ്. പക്ഷെ ഞാൻ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ. വെജിറ്റേറിയൻ ശരിക്കും ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? നമ്മള് മാത്രമേ ഉള്ളൂ. തൈര് സാദം എനിക്കെല്ലാം ഇഷ്ടമാണ്. അതായത് ഞാൻ ഒരാളിൽ നന്നായി ഫുഡ് കഴിക്കുന്ന പറയുമ്പോൾ ഞാൻ എല്ലാം കഴിക്കുന്ന ആളെയാണ് ഫുഡി. ഞാൻ പറഞ്ഞത്, ഞാൻ പണ്ട് എനിക്ക് ഈ ഡയറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു. എനിക്ക് നോൺ വെജ് മാത്രമേ അവോയ്ഡ് ചെയ്താൽ മതിയായിരുന്നു. വെജ് ഓൾറെഡി അവോയ്ഡഡ് ആണ്. പക്ഷെ ഇപ്പൊ വെജും കൂടെ ചില സാധനങ്ങളൊക്കെ ഇഷ്ടമായി തുടങ്ങിയ കാരണം കൊണ്ട് ഇനിയിപ്പോൾ അതും കൂടെ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് അത് ശരിയാണ്. ഫുഡി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഓരോ ഇതിലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ അങ്ങനെ തന്നെ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് അത് ഇഷ്ടപ്പെട്ട് പോണായിരിക്കും. എനിക്ക് തോരനൊക്കെ എല്ലാം ഇഷ്ടമാണ്. എല്ലാ ഉപ്പേരികൾ വയ്ക്കുന്നതില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ്. അവിയൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓണത്തിനും വിഷുവിനൊക്കെ വീട്ടില് ഇലയില് പച്ചക്കറി സദ്യ കഴിക്കാൻ പാടുള്ളൂ എന്ന് വീട്ടിൽ അങ്ങനെയാണ്. ചെറുപ്പം മുതലേ അങ്ങനെയാണ്. അപ്പൊ എനിക്കും ചേട്ടനും ഈ നോമ്പൊക്കെ ഉണ്ടാവില്ല, 50 നോമ്പ് 25 നോമ്പ് എന്നൊക്കെ പറയുന്ന നോമ്പ് എടുക്കുന്ന സമയത്ത് പോലും 50 ദിവസം ഇറച്ചി മീനൊന്നും കഴിക്കാതിരിക്കേ എന്ന് പറയുന്ന സാധനം. അപ്പൊ നമ്മൾ പിന്നെ അവസാനത്തെ നമ്മുടെ കൈ എന്താ വെച്ചാൽ പോർക്കുന്നതിൽ പപ്പടം വറുത്ത് തിന്നാന്നുള്ളത്. അതിലൊരു ചെറിയൊരു ആശ്വാസം കിട്ടും ഈ 50 ദിവസം പിടിച്ച്. നമ്മുടെ ബാലുവിന്റെ വീട്ടില് വെജിറ്റേറിയൻ എന്തുണ്ടാക്കിയാലും അതില് ഒരു ചെമ്മീനോ അല്ലെങ്കിൽ ഉപ്പേരിയിൽ എല്ലാത്തിലും ചെമ്മീൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഫിഷിന്റെ എന്തെങ്കിലും ഫ്ലേവർ ഉണ്ടാവും. അവർക്ക് വെജിറ്റേറിയൻ ഉണ്ട്, പക്ഷെ അതില് എന്തെങ്കിലും ഈ ലൈക്ക് പ്യുവർ വെജിറ്റേറിയൻ പരിപാടി ഉണ്ടാവില്ല. അപ്പൊ എല്ലാ ഉപ്പേരിയിലായാലും ഒരു ചെമ്മീന്റെ ഫ്ലേവർ കൊണ്ടുവരും. അങ്ങനെ ഇപ്പം അവിയലായാലും മറ്റേ മുരിങ്ങാക്കോല് കറി, അപ്പൊ അതിലും ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ചിടും. അങ്ങനെയാണ് അവരുടെ. നമ്മൾ മലക്ക് പോകുമ്പോ നോയമ്പെടുക്കുമല്ലോ, അപ്പൊ ചിക്കൻ കഴിക്കാണ്ടിരിക്കുക എന്നുള്ള പോയിന്റിൽ അമ്മ എന്താ വെച്ചാല് സോയാബീൻസ് എടുത്തിട്ട് ചിക്കൻ മസാല അപ്പൊ തൽക്കാലം ഒരു ആശ്വാസം ചോറ് കഴിക്കുമ്പോ കിട്ടും. ഞാനിങ്ങനെ ചിക്കന്റെ കഷ്ണം കഴിക്കാണ്ട് ചാറൊക്കെ വെച്ച് ചോറൊക്കെ ചില നോമ്പിന്റെ സമയത്ത് കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ചിക്കൻ കറി കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. കഷ്ടം വേണ്ട കേട്ടോ. ഈ ഇലയിൽ ഈ കഴിക്കണമെന്ന് പറയില്ല. അപ്പൊ അതിനകത്ത് ആകെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് പായസം മാത്രമേ ഉള്ളൂ ചെറുപ്പത്തില്. പായസമാണ്. പിന്നെ എന്തെങ്കിലും വല്ല ഉണക്കപ്പയറോ കടലയോ ഉണ്ടെങ്കിൽ അതും കഴിക്കാം എന്നുള്ളത്. അത് ബാക്കി ഒന്നും. ഞങ്ങൾക്ക് അവിടെ സദ്യക്ക് നോൺ വെജ് ഉണ്ട്, പ്ലസ് നോൺ വെജ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വെജ് ഇഷ്ടം. നമുക്ക് വെജ് എന്ന് പറയുമ്പോൾ വെജ് മാത്രമായിട്ട് അല്ല. പക്ഷെ ഈ വെജ് എന്ന് പറയുന്ന പരിപാടി നമുക്ക് ഡെയിലി ഉള്ള ചോറിലും ഇതിലൊക്കെ വരുന്നതാണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വെജിറ്റേറിയൻ ആണ്, ഉച്ചയ്ക്ക് എല്ലാത്തിലും ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ടൂവിന്റെ വീട്ടിൽ ലൈക്ക് ബേസിക് വെജിറ്റേറിയൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും കഴിക്കുന്ന വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ കഴിക്കും. അപ്പനമ്മയും ചേച്ചിയൊക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ കഴിച്ച ശീലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ലൈക്ക് ഒരു കറി പ്ലസ് എന്തെങ്കിലും വെജ് പ്ലസ് നോൺ വെജ് ആണെങ്കിൽ വെജ് മാത്രമായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഈ ഡയറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ, ഇത് ഭയങ്കര അടിപൊളിയാണ്. എന്തെങ്കിലും മീറ്റ് അല്ലെങ്കിൽ ഫിഷ് പ്രോട്ടീൻ വിത്ത് ഈ വെജിറ്റബിൾസിന്റെ ഫൈബർ പ്ലസ് ഒരു ഇച്ചിരി കാപ്സും കൂടെ ആണെങ്കിൽ അത് സമീകൃത ആഹാരമായിട്ട് കണക്കാക്കാം എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് അങ്ങനെ എനിക്ക് മറ്റേ വെജിറ്റേറിയൻ മാത്രമാവാന്ന് പറയും. നോമ്പ് എടുക്കുക അതൊന്നും എനിക്ക് പറ്റില്ല. മീൻസ് ഒരു 10 ദിവസം പച്ചക്കറി മാത്രം കഴിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. പച്ചക്കറിയുടെ കൂടെ എന്തെങ്കിലും കഴിച്ചോ, മുട്ടെങ്കിലും കിട്ടിയാൽ ഓക്കെ. അങ്ങനെയാണ് എനിക്ക്. ഓണത്തില് നാട്ടിലൊക്കെ സദ്യയിൽ നോൺ വെജ് ഉണ്ടാവും.
നമുക്ക് മസ്റ്റാണ്. ഇല്ലെങ്കിലാണ് അത് വിഷമം. പിന്നെ വിഷുവാണ് നമ്മുടെ മെയിൻ. അല്ലെങ്കിൽ ചിക്കൻ റേഷനൊക്കെ നമ്മള് ചെറിയ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടാവും. എല്ലാവരും ഇങ്ങനെ എല്ലാ സാധനം ടൈമും ഞങ്ങൾ രണ്ടാളും പോയിട്ട് ഇത് സാധനം ചൂടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ചിക്കൻ ഫ്രൈ, പ്രോൺസ് ഫ്രൈ, ഫിഷ് ഫ്രൈ, അല്ലെങ്കിൽ ബീഫ് വരട്ടിയത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു നോൺ വെജ് സദ്യയുടെ കൂടെ മസ്റ്റാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതല്ലാതെ വേറെ സ്ഥലങ്ങളിൽ കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? തളിപ്പറമ്പ് ഒരു സ്ഥലത്ത് എംആർഐക്ക് എത്ര മുമ്പ് അല്ലടാ അവിടെ പോയിട്ട് കുറച്ച് കൂടുതൽ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞ മട്ടനല്ലേ? ആ മട്ടന്റെ ഒരു മെയിൻ സ്ഥലം. ഓക്കെ, പയ്യന്നൂര് ഔട്ട്. ഈ തളിപ്പറമ്പ് അത് എന്റെ വീട്ടിന് ഓപ്പോസിറ്റ് ആണ്. എന്റെ വീട്ടിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അവിടെ പോയിട്ട് മട്ടൻ തരും. അങ്ങനെ വാങ്ങണ ഒരു കടയാണ് അവിടെ. മട്ടൻ വരട്ടിയത്, ചിക്കൻ വരട്ടിയത്, ബീഫ് വരട്ടിയത്. ബ്രേക്ക്ഫാസ്റ്റ് ദോശയും മീൻകറി ഉണ്ട്. നിതിൻ ഹോട്ടലിലാണ് ആ ഹോട്ടൽ. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമുക്ക് അങ്ങനെ ഭയങ്കര എരിവുള്ളതോ അല്ലെങ്കിൽ ഭയങ്കര ചിക്കനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ കുറച്ച് നമ്മൾ ഈ നോർത്ത് കേരളയിൽ പോകുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. രാവിലെ കുട്ടനും മട്ടനും എന്നൊക്കെ പറഞ്ഞ് ഒരു 5 മണിക്ക് 6 മണിക്ക് പൊറോട്ടയും ബീഫും മീൻകറിയാണ്. തലശ്ശേരി സ്ക്വയർ പൊറോട്ട അതിവിടെയല്ലേ ഫോർട്ട് കൊച്ചി. വടകര MRI ഹോട്ടലിൽ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ സംസാരിച്ചാൽ തന്നെ നമ്മൾ തടി വയ്ക്കുമെന്നാണ് തിയറി. നമ്മൾ ഈ ഒരു ഈ മറ്റേ ഇവിടുത്തെ ഞാൻ പറഞ്ഞ മുസ്ലിം കല്യാണങ്ങൾ നമ്മൾ പോകുമ്പോൾ ബിരിയാണി നമുക്ക് കിട്ടുമല്ലോ. അപ്പം ഇവിടെയും അവിടെയും കമ്പയർ ചെയ്തിട്ട് ഒരു സാധനം മിസ്സായത് ഒരു ഡെസേർട്ട് ഉണ്ട്. ഡെസേർട്ട് അല്ല, അതൊരു അൽസ എന്ന് പറയും. ഇവിടെ കിട്ടാറില്ല ഇവിടെ അതില്ല. ഹലീമിന്റെ ശരിക്കും നമുക്ക് ഈ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോകുന്നതിന് ഇടയ്ക്കുണ്ടല്ലോ, എല്ലായിടത്തും അവരവരുടേതായിട്ടുള്ള ബിരിയാണി ഉണ്ട്, ടേസ്റ്റ് ഉണ്ടാവും. സദ്യയും ഭയങ്കര ഡിഫറൻസ് ആണ്. പരിപ്പും നെയ്യും കഴിക്കുന്ന സദ്യ മറ്റടുത്ത് പരിപ്പ് നെയ്യും ഉണ്ടാവില്ല, സാമ്പാറും അങ്ങനത്തെ തുടങ്ങുന്നത്. അല്ല, അപ്പൊ ഞാൻ എനിക്കൊന്ന് ഇവിടത്തെ മീറ്റ് ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു, ഇത് ചിക്കൻ്റെയും മട്ടൻ്റെ അല്ലെങ്കിൽ ബീഫിന്റെ ഒക്കെ പേസ്റ്റും എല്ലും ഇതൊക്കെ പേസ്റ്റ് ചെയ്ത് ഗോതമ്പോ അല്ല ഇതൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ മൈദ ഉപയോഗിച്ചിട്ട് അതിന്റെ മുകളിൽ ഗീ ഒക്കെ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഇങ്ങനെ വറുത്തിട്ട് അതിന്റെ മുകളിൽ പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുന്നത് അൽസ. ഇതുപോലെ തന്നെ ഒരു സാധനമാണ് ഈ ഹലീം. ഹലീമിന്റെ ഡെസേർട്ട് അൽസ. എനിക്ക് മറ്റേ ഈ നോമ്പിന്റെ സമയത്ത് ഇവിടെ ആൾക്കാർ കൊണ്ടുവന്ന് മറ്റേ ഹലീം വിൽക്കുമല്ലോ. അപ്പൊ ഞാൻ ഇവർക്ക് എന്താ അൽസ കൊടുത്താൽ? അൽസ കല്യാണത്തിന് മാത്രമേ കിട്ടത്തുള്ളൂ. അതിനൊരു സ്കോപ്പ് ഉണ്ട്. അൽസ ഹലീമും കൂടി ഒരു കടയിട്ടല്ലോ. അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ്. അല്ലാതെ നിങ്ങൾക്ക് ഈ കംഫർട്ട് ഫുഡ് ഡയറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഭയങ്കര ഒരു സുഖമില്ല എന്തെങ്കിലും കഴിക്കാം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നൊരു നമുക്ക് ഹാപ്പിനെസ് തരുന്ന അങ്ങനത്തെ എന്താണ് പറഞ്ഞോട്ടെ? നാട്ടില് ഇടയ്ക്ക് എറണാകുളത്ത് കണ്ണൂർ പോകുമ്പോ ഈ അമ്മൂമ്മയുടെ ഒരു സ്പെഷ്യൽ, അതായത് ഉണക്കസ്രാവ് കാച്ചിയ ഒരു കറിയുണ്ട്. ഉണക്കസ്രാവ് കാച്ചിയതും ചോറും പിന്നെ ഈ ചക്കയുടെ സീസൺ ആകുമ്പോഴാണ് ചക്കയും ഇളമ്പക്കയുടെ കക്കാന്നല്ല പറഞ്ഞു. ഇളമ്പക്ക ഈ തോട് കളയാണ്ട് അത് പുഴുങ്ങിയിട്ട് ഈ ചക്കയും കൂടി ഇട്ടിട്ട് ഒരു എന്താ പറയണ്ട, അതിന്റെ തോടും ചക്കയും എല്ലാം കൂടെ ഇട്ടൊരു മിക്സ്ഡ് ഒരു സാധനമുണ്ട്. കക്കയുടെ തോടും കക്കയുടെ ഇറച്ചി ഉണ്ടാവും. അതുകൊണ്ടോ അതിങ്ങനെ തോട് പൊളിച്ച് ഇങ്ങനെ കഴിച്ച് അതിന്റെ കൂടെ ചക്കയും കൂടെ കഴിച്ചിട്ട് അതാണ് ഭയങ്കര കംഫർട്ട് ഫുഡ്. കഴിച്ചിട്ടില്ല. എനിക്ക് ചോറും മോരേറി ബീട്രൂട്ട് തോരൻ മീൻ വറുത്തത് അല്ലെങ്കിൽ പൊതിച്ചോറ്. അത് ചോറ്, പയറുമെഴുക്ക് വരട്ടി, ചമ്മന്തി, മുട്ട പൊരിച്ചത്, അച്ചാറ്, മീൻ വറുത്തത്. ഞാൻ ഈ നട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും നട്ട്സ് കിട്ടിയാൽ മതി. നട്ട്സ് കിട്ടുകയെന്ന് വെച്ചാൽ അത് എങ്ങനെ വേണമെങ്കിലും ആവട്ടെ. അതായത് ഈ മസാല കപ്പിൾ ഡേ ഇല്ലേ, അല്ലെങ്കിൽ മസാല കപ്പിൾ ഡേ ഞാൻ മറ്റേ പോലെ വിചാരിച്ചു, മറ്റേ നട്ട്സ് അങ്ങനെ, അതായത് ആൽമണ്ട്സ്. അല്ല, അതും ഇഷ്ടമാണ്. എന്നുവെച്ചാൽ അത് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ശരീരത്തിൽ ഇപ്പം യൂറിക് ആസിഡ് ലെവൽസ് കൂടുതൽ. ഇത് 5-6 കഴിച്ചാൽ ഓക്കെ, ഇത് കുറെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം വരും, ഗൗട്ടൊക്കെ വരും. പക്ഷെ എന്നാലും കഴിക്കാണ്ടിരിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ നട്ട്സ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇതുപോലെ കഴിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അതൊരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്. പക്ഷെ കഴിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോൾ എന്താ വെച്ചാൽ അതിനെ തോൽപ്പിക്കാനായിട്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കും. നമുക്കിങ്ങനെ ഒരു ത്വര ഉണ്ടാവും എന്തെങ്കിലും, അതിനെ വെള്ളം കുടിച്ചോണ്ടിരിക്കും. ഈ ഇടക്ക് ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ച നട്ട്സ്, എന്തൊരു സാധനം വെച്ച് പൊട്ടിച്ചിട്ട് ഒരു ഭയങ്കര ഒരു വൈറ്റ് ചോക്ലേറ്റിന്റെ ഒരു ടേസ്റ്റ് ഉള്ളൊരു
മറ്റേ ഇങ്ങനെ താക്കോല് പോലെ ഒരു ഇവര് മധ്യ കേരളം കലക്കൽ ടേസ്റ്റ് ആണ്. എന്തായാലും പേര് മക്കഡാമിയ nuts. അതാണോ എന്റെ കംഫർട്ട് ഫുഡ്? എന്റെ Nuts നെ പറ്റി പറഞ്ഞപ്പോ കംഫർട്ട് ഫുഡ് അമ്മ ഉണ്ടാക്കണ തേങ്ങാരച്ചറി ഉണ്ട്, ചെമ്മീൻ ഇട്ടിട്ട്, അതും ചോറും. പിന്നെ വൈഫിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ഉണ്ട്, തമിഴാണ് അവര്. രണ്ടും സെറ്റാണ്. മുട്ട ഉണ്ടാവും ബിരിയാണി? ഇല്ല വേണമെങ്കിൽ പിടിക്കട്ടെ. നട്ട്സ് ആണോ? അല്ല, എനിക്ക് പൊതുവെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള സാധനം പൊതുവെ ഉള്ളതാണ്. അത് വീട്ടിലെ ഫേവറേറ്റ് എനിയുടെ തേങ്ങ അരച്ച പോർക്കും കായും വിത്ത് ചോറ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേറെ സൈഡും പോലും വേണ്ട, ഒരു സൈഡും വേണ്ട. അതിന് ഒന്നും വേണ്ട. അതായത് നമ്മൾ ഈ തേങ്ങയും മസാലയൊക്കെ വറുത്ത് അത് അരച്ച് അത് ഇതില് ഈ വേവിച്ച കായലും പൊറക്കിലും കൂടിയിട്ടുള്ള ഇതിലിട്ട് ഈ മസാലയും ഫ്ലേവറും എല്ലാം കൂടെ ഈ കുറച്ചെടുത്ത് ഇത്തിരി ചോറിൽ വെച്ച് വേണമെങ്കിൽ ചെറിയ പീസ് എടുത്ത് അങ്ങനെ ഭയങ്കര ക്ലാസ് ആയിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ ഇതിങ്ങനെ ഇട്ടിട്ട് ചോറ് കൂടി ഇട്ടില്ല കുഴച്ച് ഇതൊരു ഡിഷ് പോലെയാവും. ഇത് രണ്ടും കൂടെ ഇനി അങ്ങനെ ഭയങ്കര ബീഫിന്റെ ഫാനല്ല. ബീഫ് മറ്റേ ബ്രിസ്ക്കറ്റ് പോലത്തെ ഒക്കെ സാധനങ്ങൾ, അത് ഇടയ്ക്ക് നമ്മളിങ്ങനെ ബീഫ് ബ്രിസ്ക്കറ്റ് പറയുമ്പോൾ അതിനകത്ത് അവർ ഓപ്ഷൻ തരും, ഫാറ്റ് ഉള്ള പീസ്, ഫാറ്റ് ഇല്ലാത്ത പീസ്. ഒരു ഡയറ്റല്ലേ നമുക്ക് ഫാറ്റ് ഇല്ലാത്ത പീസും ഫാറ്റുള്ള പീസും കുറേശ്ശെ പറയാനുണ്ട്. ഫാറ്റ് ഇല്ലാത്ത പീസ് അവിടെ ബാക്കി ഇരിപ്പുണ്ടാവും, ഫാറ്റുള്ള പീസ് ഒരു കഷ്ണം പോലും ബാക്കി ഉണ്ടാവില്ല. എനിക്ക് അതല്ലാതെ എനിക്ക് പിന്നെ ബീഫ് അങ്ങനെ ഞാൻ ഭയങ്കര ബീഫിന്റെ ഫാനല്ല. പോർക്കും ചിക്കനും അതുപോലെ ഫിഷ് ആണെങ്കിൽ പോലും എനിക്ക് പ്രോൺസ്, കല്ലുമക്കായ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ താല്പര്യം. അല്ലാതെ നെയ്മീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു രോമാഞ്ചം. പിന്നെയും വല്ല കരിമീൻ ഫ്രൈയോ അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് കുറച്ച് ചെറിയ മീനുകളും ഈ പ്രോൺസ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വർക്ക്. പക്ഷെ നമ്മുടെ കൂടെ ഏതെങ്കിലും ഒരു വെജിറ്റേറിയൻ ഒരാൾ പ്യുവർ വെജ് ഇരിക്കണം, അപ്പോഴാണ് ഇത് കോൺവെർസേഷൻ ഇൻട്രസ്റ്റിംഗ് ആവുക. മുട്ട കഴിക്കുന്നത് അപ്പൊ എന്താ, ഞാൻ വെജിറ്റേറിയനാ പക്ഷെ മുട്ട കഴിക്കും. അതെന്താ അപ്പൊ മുട്ട വെജിറ്റേറിയൻ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വെജിറ്റേറിയൻ അല്ല, അത് കോഴിയുടെ ശരീരത്തിന്റെ ഒരു ഓർഗനായിട്ട് നിങ്ങൾ കാണും, അതിന്റെ അകത്ത് ഒരു ഇതാണ്. ഇപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ അല്ല, പക്ഷെ അത് വിരിയുന്നത് വരെയും അതിന് ജീവനില്ല. അത് കാരണം കൊണ്ട് അതിന് വെജായിട്ട് ജീവനുണ്ടോ നമുക്ക് ഇവിടെ അത് ചെയ്യില്ലേ? മറ്റേ കല്യാണത്തിനൊക്കെ കുറെ ചിക്കൻ വയ്ക്കുമ്പോ മറ്റേ മുട്ട കിട്ടില്ലേ? മറ്റേ അകത്തുള്ള യെല്ലോ കളർ തോട് വരാത്ത മുട്ട, ആയിട്ടുള്ള മുട്ട, അത് മാത്രം ഇങ്ങനെ കറി വെക്കുക. അതുണ്ട് അതിന് ഓറഞ്ച് കളറാ ഉണ്ടാവുക എല്ലാം. കല്യാണത്തിന് തലേ ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണത്തിന് തലേ ദിവസം ആ കറിയും ചോറൊക്കെ ഉണ്ടാവും. ബിരിയാണി പിറ്റേ ദിവസം ബിരിയാണി കൊടുക്കുന്ന കല്യാണത്തിന് തലേ ദിവസം ഇതാണ് കറി. കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും റേറസ്റ്റ് ഓഫ് ദി റേറസ്റ്റ് മീറ്റ്, ഇത് നാട്ടിൽ നിന്നാവണമെന്നില്ല, പുറത്തൊക്കെ പോയിട്ട് കഴിച്ചിട്ടുള്ളതിൽ ബാക്കി ആരും കഴിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത, ഇവിടെ കഴിക്കണ്ട അതൊന്നും, ഇവിടെ കഴിച്ചാൽ അതൊക്കെ മറ്റേ ഇല്ലീഗലാവും. ഇതൊക്കെ ലീഗലായിട്ടുള്ള സ്ഥലങ്ങളിൽ കഴിച്ചിട്ടുള്ള എന്താ പറയാ, അർജുന സ്റ്റാർട്ട് ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. ഇല്ല ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനത്തെ. ഒട്ടകം ട്രൈ ചെയ്തിട്ടുണ്ട്, വലിയ ഫാനല്ല. പക്ഷെ അങ്ങനെ ഒട്ടകം ഭയങ്കര ഫൈബർ പരിപാടിയാണ്. അത് നമ്മള് ദുബായിൽ ഒട്ടകം, മാനും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. കഴിച്ചിട്ടുള്ളവര് പറഞ്ഞു കേട്ടോ. ഗണപതി കഴിച്ചിട്ടുണ്ടെന്ന്. ഗണപതി കഴിച്ചിട്ടല്ലേ അതുകൊണ്ട് ഇവിടെ എറണാകുളത്ത് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നമ്മള് ഷൂട്ടോ അല്ലെങ്കിൽ ഇവിടെ പരിപാടി, പക്ഷെ നിങ്ങൾ ഇരിഞ്ഞാൽ കൂടെ ഞാൻ പറയാം എന്തെങ്കിലും മിസ് ഔട്ട് ആവുന്ന ഫുഡുണ്ടോ? ലൈക്ക് അവിടുത്തെ പരിപാടി ലൈക്ക് നമുക്ക് എനിക്ക് കുറെ ഭക്ഷണം ഇഷ്ടമായത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, അത് നമ്മളുടെ ടേസ്റ്റ് ബഡ്സ് അതിനോടായിരിക്കും ഏറ്റവും ഇഷ്ടം ഉള്ളത്. അതുകൊണ്ടായിരിക്കും വീട്ടിലെ ഭക്ഷണം എല്ലാവരുടെ അടുത്ത് ചോദിച്ചാൽ അവരവരുടെ വീട്ടിലെ ഭക്ഷണം ആയിരിക്കുമല്ലോ ഏറ്റവും ഇഷ്ടം. അത് മിസ് ചെയ്യാം. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അങ്ങനെ മിസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഓപ്ഷൻസ് എപ്പോഴും ഉണ്ടല്ലോ. തിരുവനന്തപുരം തട്ടുകട ട്രിപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും ഈ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരം തട്ടിൽ ഒരു രസവട എന്ന് പറഞ്ഞ സാധനമുണ്ട്. പരിപ്പോട സെറ്റാവും ഇങ്ങനെ കുതിർന്നു. അതും ദോശയും ഒരു ബുൾസയും ചമ്മന്തിയും ഈ കൊള്ളി പൊട്ടി കൊള്ളി ഇറച്ചി
ഇത് മറ്റേ ഇഷ്ടമല്ല. പോട്ട് ഭയങ്കര രസമാണ് ഉള്ളിൽ അല്ല അത് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാല് എന്നാലും അതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാല് അടിപൊളിയാണ്. വരാപ്പുഴ ഇവിടെയൊക്കെ പോകുമ്പോൾ കല്യാണത്തിന് ഒരു പരിപാടിയുണ്ട്. ഈ ക്രിസ്ത്യൻ കല്യാണത്തിന് തലേന്ന് ദിവസം ഈ ചോറും പുളിശ്ശേരിയും ഒരു ചെറിയ ക്യാബേജ് ഉപ്പേരിയും പിന്നെ ഈ പോട്ടി ഉണ്ടാവുക. പോട്ടിയായിട്ട് മുട്ടിച്ചാർന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഇവിടെ. ഒരു സ്റ്റീലിൻ്റെ ഇതായിരിക്കും, മറ്റേ ബെഞ്ചില്ലേ, മറ്റേ സ്റ്റീലിൻ്റെ ഇതുണ്ടാവുക. അപ്പോൾ ഒരു പേപ്പർ ഇങ്ങനെ വിരിക്കും, എന്നിട്ട് ഈ മുട്ടിയുടെ കാലിങ് തരും. എന്നിട്ട് അത് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ടക്ക് 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 എല്ലാവരും ഒരേ സമയത്ത് ഇങ്ങനെ കൊട്ടിയിട്ട് അതിൻ്റെ മറ്റേ ബോൺമാരവും ചോറും കൂട്ടിയിട്ട് അടിക്കും. അതൊരു ഇൻട്രസ്റ്റിംഗ്. ബോൺമാരോ ഭയങ്കര ടേസ്റ്റ് ആണെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കുറ്റബോധം തോന്നും. അത്രയും ഒരു അതെ ഓയിലി അല്ലെങ്കിൽ അത്രയൊക്കെ നമുക്ക് ബട്ടർ വിഴുങ്ങുന്ന പോലത്തെ ഒരു ഇതാണ്. പക്ഷെ ഫ്ലേവർ അതിന്റെ കൂടെ ഞാൻ കണ്ടിട്ട് അതിന്റെ കൂടെ അതിന്റെ മസാലയിലൊക്കെ കിടന്ന അതിന്റെ എനിക്കൊന്നും അധികം മസാല ഇടില്ല. അത് വരുമ്പോ അതും എന്തെങ്കിലും ഒരു ബ്രെഡിന്റെ പീസും പൊറോട്ട കഴിച്ചാലും പോയിട്ട് ഊണ് കഴിഞ്ഞ പാടായത് കാരണം കൊണ്ട് കുഴപ്പമില്ല. അതിന് ഊണിന് മുമ്പ് അങ്ങനെ ഇതെന്നുണ്ടെങ്കിൽ നീ പറ. എനിക്കൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും വിവാദപരമായിട്ടുള്ള അതിന് സംശയമില്ല. യൂഷ്വലി വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാറുണ്ടോ, അതോ അവർക്ക് ലൈക്ക് നിങ്ങൾ കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണോ, അതോ ഇഷ്ടമല്ലേ, ശല്യമാണോ? അതായത് ഇപ്പം കുഴപ്പമില്ല. പക്ഷെ ഞാനിത് വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയത്. നമ്മൾ ഈ ചെറിയ മുട്ട പുളിസയിലും ഓംലേറ്റിലും തുടങ്ങി, പിന്നെ മാഗി നൂഡിൽസ് ഉണ്ടാക്കാൻ പഠിച്ച്, പിന്നെ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ പോയിരിക്കും. വീട്ടിൽ പണ്ട് ഈ അച്ചപ്പം ഉണ്ടാക്കും, പിന്നെ എന്താ പറയുക മുറുക്ക് അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഒരു ഇതില്ല ഇവരിങ്ങനെ ഇരിക്കണം, ഒരു നൂലപ്പത്തിൻ്റെ അതിനകത്ത് പല അച്ചമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ ഇങ്ങനെ സൈഡിലിരിക്കും. അത് കഴിഞ്ഞ് ഓരോ സമയത്ത് നമ്മൾ അന്ന് വീട്ടിൽ എന്തെങ്കിലും മാഗസിനൊക്കെ വരുന്ന സമയത്ത് അതിനകത്തുള്ള പാചക വിധി എന്നൊക്കെ പറയുമ്പോൾ അമ്മ അത് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ സൈഡിൽ പോയി നിൽക്കും. പിന്നെ ഞാൻ വീട്ടുകാരില്ലാത്ത സമയത്ത് എന്തെങ്കിലും തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ഓരോ പൊടിക്കും ഓരോ സ്വഭാവമുണ്ട്. കുറച്ച് കൂടുതൽ ക്രിസ്പി ആണെങ്കിൽ അരിപ്പൊടി കറക്കുക, അത്രയും ക്രിസ്പി ആവുന്നുണ്ടെങ്കിൽ കടലമാവ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയാത്ത സമയത്ത് ഇത് ഒരേ സാധനം നമ്മൾ പല പൊടി വെച്ച് ഉണ്ടാക്കി നോക്കുന്നു. എല്ലാം കുറേ ചെറിയ ക്വാണ്ടിറ്റി ഇല്ല, അല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് കരിഞ്ഞു പോവും, പാളിപ്പോവും. ഇത് നമ്മൾ ഒരു ഡാർക്ക് ബ്രൗൺ ആവുന്ന സമയത്ത്, ഡാർക്ക് ബ്രൗൺ ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് ബ്രൗണിൽ നിന്ന് ഒന്നങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് അതെടുത്ത് മാറ്റി വെക്കണം. പിന്നെ അത് ഇരുന്ന് അത് ആയിക്കോളും, ക്രിസ്പി ആയിക്കോളും, അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ആയിക്കോളും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് പഠിച്ചിട്ട് ഇപ്പൊ നമുക്കൊരു കണക്കുണ്ട്. മറ്റേ സ്പൂൺ നോക്കി ഇങ്ങനെ ഇടാണ്ട് മറ്റേ കൈ വെച്ചിട്ട് അതൊക്കെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അത് പാളിയിട്ടുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും അതൊരു സമയം കഴിഞ്ഞപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടില് പിന്നെ ഞാൻ കോയമ്പത്തൂർ പഠിക്കാൻ പോയ സമയത്തും അവിടത്തെയും കുക്കിംഗ്, അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും കുക്കിംഗ് എനിക്കിഷ്ടമാണ് ഇത് ചെയ്യാനും എന്നുള്ള കാരണം കൊണ്ട് അമ്മയുടെ ചിക്കൻ കറി ഞാൻ അതേപോലെ അടിച്ച് കോയമ്പത്തൂരും അതുപോലെ അവിടെ പോയപ്പോഴും ചെന്നൈയിലുള്ളപ്പോഴും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഈ ഞാൻ കുറച്ച് യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴല്ലേ നമുക്ക് യൂട്യൂബ് നോക്കേണ്ട കാര്യമുള്ളൂ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പം എൻ്റെ വീട്ടിൽ ഞാനത് ഒരു എയർ ഫ്രയറും ഒരു മറ്റേ OTG ഓവനും ഒരു നോർമൽ മൈക്രോവേവ് ഓവനും ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ഒരു ഇലക്ട്രിക് ഗ്രില്ലുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിരിക്കും. ഇപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ കേക്ക് ഉണ്ടാക്കും. കേക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പാട്. ചിലത് ഭയങ്കര കട്ടിയായി പോവും, ചിലത് വേണ്ട പോലെ വീർക്കില്ല എന്ന് പറഞ്ഞു. അത് ഇതിൻ്റെ ഈ പൊടിയും ഓയിലും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തെ അതിങ്ങനെ കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഒറ്റയടിക്ക് എല്ലാം കൂടെ ഇട്ടിട്ട് അതടിച്ച് കഴിഞ്ഞാൽ അത് പാളിപ്പോവും. മറ്റേ പൊടി ഇതിങ്ങനെ ചെറിയ പ്രായം തൊട്ട് ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് വീട്ടിൽ ഇപ്പൊ അങ്ങനെ വായ വയ്ക്കാൻ കൊള്ളില്ലാത്ത ഭക്ഷണം ആയിരിക്കില്ല. അതെങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അത് വീഴും എന്നുള്ളത്. പിന്നെ ഞാൻ ഏറ്റവും കുക്ക് ചെയ്യുക ചിക്കനോ അല്ലെങ്കിൽ പോർക്കൊക്കെ ആയിരിക്കും. അതിനൊരു സേഫ് ബെറ്റാണ്, ഒരു സേഫ്റ്റി നെറ്റ് ഉള്ള പോലെയാണ്. ഇത് മോശമായാലും അങ്ങനെ മോശമാവില്ല, ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളതാണ്. വേവ് കുറവ് അതൊക്കെ വരാണെന്ന് വെച്ചാൽ ബീഫൊക്കെ വെക്കുമ്പോഴാണ് ചിലപ്പോൾ വേവ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ. അതുപോലെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ബാർബിക്യൂ ചെയ്യും. ബാർബിക്യൂയിൽ ഞങ്ങൾ കുറേ നാളായിട്ട് നമ്മുടെ കൂട്ടുകാരുടെ ആരുടെങ്കിലും വീട്ടിൽ, ചിലപ്പോൾ എൻ്റെ വീട്ടിലായിരിക്കും ബാർബിക്യൂ ചെയ്യുക എന്ന് പറയുന്നത്. ആ ബാർബിക്യൂ ഗ്രില്ലും മറ്റേ ഇഷ്ടിക വെച്ചിട്ട് വെറുതെ ഒരു ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ തിരിച്ചു വെക്കണ മറ്റേ ഗ്രില്ലല്ലേ, അതും നമ്മൾ കോളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് മറ്റേ ബ്ലോ ഡ്രയർ അല്ലെങ്കിൽ മറ്റേ ഫാനൊക്കെ കൊണ്ടുവന്ന് വെച്ച് സാധനം കത്തിച്ച് അതൊക്കെ സ്ഥിരമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും കൂടെ അപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ പ്ലാൻ എന്താണ് നമ്മുടെ ബാർബിക്യൂ പാർട്ടി എന്നുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ഫുൾ ഫാമിലി ഉണ്ടാവും, ഞങ്ങളെല്ലാവരും വീട്ടുകാരൊക്കെ കൂടി. അപ്പോൾ അങ്ങനെ കുക്കിംഗ് ഇപ്പോൾ ചെറുപ്പം തൊട്ടേ വീട്ടിൽ അങ്ങനെ ഒരു കൾച്ചറുണ്ട്. കുക്ക് ചെയ്യുമ്പോൾ
എല്ലാവരും ഒരുമിച്ച്. അപ്പോൾ സവാള അരിയാൻ ഒരാൾ, അപ്പോഴത്തേക്കും മറ്റേത് ഒരാൾ നോക്കും. അപ്പോൾ ചിക്കൻ ആണെങ്കിലും അത് നന്നാക്കുന്ന അപ്പനായിരിക്കും. അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഷെയർ ചെയ്തിട്ടായിരിക്കും. ഒരു ക്രിസ്മസിനും ഈസ്റ്ററിനും നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കുകയില്ല. ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ ഞങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യും. പച്ചക്കറി കുക്ക് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ പോയി നിൽക്കാറില്ല, എനിക്ക് അതിൽ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സാധനം വെച്ചാൽ വീട്ടിൽ ഈ ചില്ലി ചിക്കനും ചില്ലി പോർക്കൊക്കെ ഇത് ഞാൻ പറയണത് സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ കാലം മുതലുള്ളതാണ് പറയണത്. ഇത് മാവി മുക്കി പൊരിച്ച് മാറ്റി വെക്കുന്നു, ഇവിടെ ക്യാപ്സിക്കും സവോളയൊക്കെ ഇട്ട് സോസൊക്കെ ഒഴിച്ച് നമ്മൾ കറി ഉണ്ടാക്കും, മറ്റേ അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നു, അതിങ്ങനെ മിക്സ് ചെയ്യുന്നുള്ള സാധനമൊക്കെ എല്ലാ കൊല്ലവും കഴിഞ്ഞ കുറേ ഒരു 10-15 കൊല്ലമായിട്ട് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് വീട്ടിൽ നടക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലില്ലാത്ത സമയത്തായത് കാരണം കൊണ്ട് ഞാൻ ഷൂട്ടിന് എവിടെയാണോ അവിടേക്ക് ഇവർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കാസറോളൊക്കെ ആക്കി ഇവർ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഞാൻ ലൊക്കേഷനിലാണ് ക്രിസ്മസിനൊക്കെ ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് ആഘോഷിക്കുന്നത്. കുക്കിങ് അന്ന് മുതലേ. പിന്നെ ഒറ്റ ഗുണം എന്താ വെച്ചാൽ ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കഴിക്കാൻ തോന്നില്ല. നമ്മൾ നിന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നില്ല. വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ച് തന്നു കഴിഞ്ഞാൽ നമുക്കത് ഈ സെൻസസിന്റെ ആയിരിക്കും. നമ്മളെ സെൻസസിന് ഒരു പരിധി വിട്ടൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മിതാഹാരം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. മീട്ട ആഹാരം എന്ന് പറയാം. അതായത് നമ്മളെല്ലാ സെൻസസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, മൂക്കുകൊണ്ട് അതിൻ്റെ മണം, വായിലേക്ക് വയ്ക്കുമ്പോൾ അത് തൊടുമ്പോൾ നമ്മൾ കൈകൊണ്ട് സ്പൂണും ഫോർക്കും അല്ലാണ്ട് കൈകൊണ്ട് തൊടുമ്പോൾ നമ്മളതിനെ തൊടുന്നു. നമ്മൾ നാക്കിലേക്ക് വയ്ക്കുമ്പോൾ നമുക്കതിൻ്റെ രസം അറിയാം. നമ്മളത് ചവയ്ക്കുമ്പോൾ നമുക്കതിൻ്റെ ശബ്ദം കേൾക്കാം. ഓരോ ഭക്ഷണവും ചവയ്ക്കുമ്പോൾ ഓരോ പോലെ ആയിരിക്കുമല്ലോ അതിൻ്റെ ടെക്സ്റ്റും ഒക്കെ കാരണം കൊണ്ട്. ഈ 5 സെൻസസിനെയും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല എന്ന് പറയാം. നമ്മളപ്പോൾ ചവച്ചരച്ച് ചവച്ച് അരച്ച് ആ പ്രോസസ്സ് ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ കഴിക്കുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ ഏകദേശം നമ്മൾ 3:45 അത്യാവശ്യം കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നാ ചായയും കടിയും കഴിച്ചിട്ട് വന്നാലും. ഓക്കെ, താങ്ക് യു.